ഒരു സംഭവം പറയാം. വർഷം 2015. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും പി.കെ. അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയും. കോഴിക്കോട് മലാപ്പറമ്പിലെ AUP സ്കൂൾ അടച്ചുപൂട്ടാൻ ഒറ്റ രാത്രിയിൽ മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നു. എന്തെല്ലാം അടച്ചുപൂട്ടാമെന്ന് ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്ന ഇരുവരും യുറേക്ക എന്ന ആവേശത്തിൽ വിളിച്ച് ആ തീരുമാനത്തിന് തിലകം ചാർത്തുന്നു. അങ്ങനെ ചരിത്രം പേറി നിന്ന ആ സ്കൂൾ അടച്ചുപൂട്ടുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പെരുവഴിയിൽ. ഇനിയാണ് ട്വിസ്റ്റ്. 2016 LDF സർക്കാർ അധികാരത്തിൽ വരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി, പ്രൊഫസർ C. രവീന്ദ്രനാഥ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. UDF സർക്കാർ അടച്ചുപൂട്ടിയ മലാപ്പറമ്പ് സ്കൂൾ LDF സർക്കാർ ഏറ്റെടുക്കുന്നു. വെറുതെ അല്ല കേട്ടോ, ചുളവിലക്കുമല്ല, നല്ല പൊന്നും വിലക്ക്. 5,85 ലക്ഷം രൂപയാണ് മാനേജ്മെൻറ്റിന് നൽകിയത്. കോടികൾ ചെലവഴിച്ച് സ്കൂൾ നവീകരിച്ചു. ഹൈടെക് ക്ലാസ് മുറികളും ലാബുകളും സജ്ജമാക്കി. ഇന്ന് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ ഐക്കണാണ് മലാപ്പറമ്പ് GUP സ്കൂൾ. LDF സർക്കാരിനെ വേണമെങ്കിൽ ആ സ്കൂൾ ഏറ്റെടുക്കാതിരിക്കാമായിരുന്നു. UDF സർക്കാർ പൂട്ടിയതല്ലേ. എന്നാൽ അങ്ങനെയല്ല LDF സർക്കാർ ചിന്തിച്ചത്. അതാണ് രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള വ്യത്യാസം. ഇനി മറ്റൊരു കണക്ക് നോക്കാം. അങ്ങ് ദില്ലിയിൽ നിന്നുള്ളതാണ്. മാധ്യമങ്ങളും VD സതീശനും കൂട്ടരും കാണാത്ത, കേൾക്കാത്ത, അല്ല അതിന് മെനക്കെടാത്ത ഒരു കണക്ക്. 2 ദിവസം മുമ്പ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജ്യസഭയിൽ അവതരിപ്പിച്ച കണക്ക്. കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യത്ത് 18,727 സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടി എന്നതാണ് ആ കണക്ക്. ഇത് കേൾക്കുമ്പോൾ VD സതീശൻ ഞെട്ടില്ല. കാരണം ആ പട്ടികയിൽ കേരളമില്ല. ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നാണല്ലോ. മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയും തെലുങ്കാനയും ഹിമാചൽ പ്രദേശും സ്കൂൾ പൂട്ടിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിലുണ്ട്. നമുക്കത് നോക്കാം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക കണക്ക് UDISE+ പ്രകാരം 2020-21 അധ്യയന വർഷത്തിൽ 10,32,049 രാജ്യത്തെ സർക്കാർ സ്കൂളുകളുടെ എണ്ണം. 2024-25 ആയപ്പോൾ ഇത് 10,13,322 കുറഞ്ഞു. അതായത് 5 വർഷത്തിനിടെ രാജ്യത്ത് 18,727 സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടപ്പെട്ടു. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുകയും ചെയ്തു. 2023-24 3,31,108 ആയിരുന്നു സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളുടെ എണ്ണം നമ്മുടെ രാജ്യത്ത്. 2024-25 ഇത് 3,39,583 ഉയർന്നു. ഒരു വർഷത്തിനിടെ മാത്രം 8,475 പുതിയ സ്വകാര്യ സ്കൂളുകളാണ് രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ചത്. 2023-24 മുതൽ 2024-25 വരെ സർക്കാർ സ്കൂളുകൾ ഏറ്റവും കൂടുതൽ കുറവുണ്ടായ സംസ്ഥാനങ്ങൾ താഴെ പറയുന്നവയാണ്. ബീഹാർ 1,800, ഹിമാചൽ പ്രദേശ് 492, കർണാടക 462, അരുണാചൽ പ്രദേശ് 289, മഹാരാഷ്ട്ര 273, അസം 267, മധ്യപ്രദേശ് 189. അതേസമയം സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ച സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാനയുമുണ്ട്. ഒട്ടും ലാഘവത്തോടെ കാണാവുന്നതല്ല ഈ കണക്ക്. ഒന്ന്, നമ്മുടെ രാജ്യത്ത് കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്കൂളുകളിലെ കൊഴിഞ്ഞുപോക്ക്, അതായത് ഡ്രോപ്പ് ഔട്ട് വർദ്ധിക്കുകയാണ്. 12% വരെയാണ് രാജ്യത്ത് കൊഴിഞ്ഞുപോക്ക്. എന്നാൽ കേരളത്തിൽ ഇത് 0.04% മാത്രമാണ്. 0 കൊഴിഞ്ഞുപോക്ക് എന്നതിനെ പറയാം. സ്കൂളുകൾ അപ്രാപ്യമാകുന്നതോടെ ഈ കൊഴിഞ്ഞുപോക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ വർദ്ധിക്കും. മാത്രമല്ല, രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും BJP ഭരണത്തിൽ RSS നിയന്ത്രിത സ്കൂളുകൾ വർദ്ധിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറയായിരുന്ന മതനിരപേക്ഷത, ഭരണഘടനാ മൂല്യങ്ങൾ, ശാസ്ത്ര പുരോഗമന ആശയങ്ങൾ, ചരിത്ര സത്യങ്ങൾ, ലിംഗസമത്വം, ലിംഗനീതിയിൽ അധിഷ്ഠിതമായ ലിംഗ സൗഹൃദ പഠനാന്തരീക്ഷം തുടങ്ങിയവ അത്തരം സ്കൂളുകളിൽ പടിക്കുപുറത്താണ്. RSS മുന്നോട്ട് വെക്കുന്ന പ്രാകൃതവും അക്രമോത്സുകവുമായ ആശയമാണ് വിദ്യാഭ്യാസ മേഖലയിലും കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് എന്നത് ഇതോടൊപ്പം കൂട്ടിവായിക്കണം. ഈ ഹിന്ദുത്വ വിദ്യാഭ്യാസ അജണ്ടയ്ക്ക് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും പരവതാനി വിരിച്ചപ്പോൾ വാക്കിനപ്പുറം പ്രവൃത്തിയിലൂടെ പ്രതിരോധം തീർത്ത ഏക സംസ്ഥാനം കേരളമാണ്. തങ്ങളുടെ വഴിയിലൂടെ കേരളം സഞ്ചരിക്കില്ലെന്ന് മനസ്സിലാക്കിയതോടെ
വിദ്യാഭ്യാസ മേഖലയ്ക്ക് അർഹമായ ഫണ്ടുകൾ തടഞ്ഞും മറ്റും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ വരിഞ്ഞു മുറുക്കി പ്രതിരോധത്തിലാക്കുന്നു കേന്ദ്ര സർക്കാർ. എന്നാൽ അത്തരം ഒരു ഭീഷണിക്കും കേരളം വഴങ്ങില്ല എന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് താൻ സ്വയം ഇടതനാണെന്ന് മേനി പറയുകയും എന്നാൽ RSS ആശയം ഉള്ളിൽ പേറുകയും ചെയ്യുന്ന VD സതീശനെ അലോസരപ്പെടുത്തുന്നതും. കേന്ദ്ര സർക്കാരിൻ്റെ ഈ വിദ്യാഭ്യാസ ദ്രോഹ നടപടികൾക്കെതിരെ എന്തേ സതീശ മിണ്ടാത്തെ എന്ന ചോദ്യം പ്രസക്തമാകുന്നതും ഇവിടെയാണ്.